ഹലോ ഗൈസ്, എല്ലാവരും അടിപൊളിയാണ് വിചാരിക്കുന്നു. ഇന്ന് ഇംഗ്ലീഷ് ഹൗസിൽ ബെസ്റ്റ് കിടിലം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ ഇംഗ്ലീഷ് ഹൗസിൽ ലൈവ് വയർ ശ്രീകാന്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഗൈസ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെ പിള്ളേർ ഫുൾ ടീമിന്റെ സെറ്റാണ്, കേക്ക് സെറ്റാണ്. അപ്പോൾ ലെറ്റ്സ് ബ്ലാസ്റ്റ്, കം ഓൺ ഗൈസ്. കേക്ക് കട്ടിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു കോണ്ടന്റ് കൊണ്ടുവരാം. അതെ, ഒരു ശരാശരി മലയാളി ഈ വാക്ക് പ്രൊനൗൺസ് ചെയ്യുന്നത് ബർത്ത്ഡേ എന്നാണ്. ബർത്ത്ഡേ. ചില ആൾക്കാർ തന്നെ ബർത്ത്ഡേ എന്ന് പറയും. ബർത്ത്ഡേ പക്ഷിജനം. അപ്പോൾ ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന ആൾക്കാരുടെ വിചാരം ബർത്ത്ഡേ തെറ്റാണെന്നാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ബർത്ത്ഡേ എന്തുകൊണ്ടും പ്രൊനൗൺസിയേഷൻ വൈസ് ബർത്ത്ഡേനേക്കാളും ആക്യുറേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി അമേരിക്കൻ പ്രൊനൗൺസിയേഷൻ ഓഫ് ദിസ് വേർഡ്. ഇറ്റ്സ് ബർത്ത്ഡേ. ബർത്ത്ഡേ. ബ്രിട്ടീഷ് ആണെങ്കിൽ ആറ് സൈലൻ്റ് ആവും, ഇറ്റ് ബിക്കംസ് ബർത്ത്ഡേ. പക്ഷെ നമ്മളൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ മലയാളികളാണ്, നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സൗണ്ട്സ് വെച്ചിട്ടല്ല നമ്മൾ സംസാരിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് ബർത്ത്ഡേയും ബർത്ത്ഡേയും കമ്പയർ ചെയ്യാം. അപ്പോൾ ബർത്ത്ഡേയിൽ സ്റ്റാർട്ട്സ് വിത്ത് എ ബി സൗണ്ട് അല്ലേ. ബിക്ക് നമ്മുടെ കയ്യിൽ ബ ഉണ്ട്, പിന്നെ അവൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വരുന്നത് ആർ സൗണ്ടാണ്. ആർ സൗണ്ട് അമേരിക്കൻസ് യൂസ് ചെയ്യണത് റോട്ടിക് ആറാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിൽഡ് ആർ, അതായത് റാ ഇർ എന്നുള്ള സൗണ്ടുകളൊക്കെ. പിന്നെ അടുത്ത സൗണ്ട് എന്താണ്? അൺവോയിസ്ഡ് ടി എച്ച് സൗണ്ടാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് അൺവോയിസ്ഡ് ടി എച്ച് സൗണ്ടിൻ്റെ നമ്മളുടേതായ വേർഷൻ, അതായത് ഇന്ത്യൻ വേർഷൻ, താ എന്നുള്ള സൗണ്ട്. പിന്നെ ഡേ. മനസ്സിലായോ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ വൈസ് ബർത്ത്ഡേ ശരിയാണ്. ധൈര്യമായിട്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ എന്ന്. പിന്നെ ഇതിൻ്റെ അമേരിക്കൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വേർഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കിട്ടാൻ. ഒത്തിരി ഡിഫിക്കൽട്ടാണ് പ്രാക്ടീസ് ചെയ്ത് കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയാൽ തന്നെ, അറിയുന്ന ആളെ തന്നെ മലയാളത്തിൻ്റെ ഇടയിൽ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ബർത്ത്ഡേ എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഒരാളെന്ന് പറയാണ്, അളിയ ബർത്ത്ഡേ ആണല്ലോ. ചിലവിടെ ഇത് ഇംഗ്ലീഷ് അറിയുന്ന ആൾ ബർത്ത്ഡേ മാത്രം കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്ത് എങ്ങനെ ഇരിക്കും? അളിയ ബർത്ത്ഡേ ആണല്ലോ ചിലവിടെ. അപ്പോൾ ഇറ്റ് സൗണ്ട്സ് ഓക്വേർഡ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ആശാനെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇനി നമുക്ക് കേക്ക് മുറിക്കാം. കോണ്ടാക്ട് ചെയ്യാൻ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ അറിയില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. English House. English at your fingertips.